Dear students, welcome to 4th class on trigonometry. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സർക്കിളിൻ്റെ കോഡും അതിൻ്റെ ഡയമീറ്ററും തമ്മിലുള്ള റിലേഷനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ കോഡ് ഓഫ് എ സർക്കിൾ ആൻഡ് ഇറ്റ്സ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ ലെങ്ത്തിനെ നമ്മൾ ഡയമീറ്ററിൻ്റെ ടേംസിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു സർക്കിളും അതിലൊരു കോഡ് വരയ്ക്കാണ്, ശ്രദ്ധിക്കുക. Here I have drawn a circle and a chord. If the end points of the chord join to the center, it will be like this. Now if you drop a perpendicular from the center to this chord, we will get it like that. നമ്മളിനി ഈ സർക്കിളിൻ്റെ കോഡും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ പറയാൻ ഈ കോഡിൻ്റെ ഇത്ര ലെങ്ത്തിന് പകരം ഇത്ര ലെങ്ത് എടുക്കുകയാണെങ്കിൽ വി ഹാവ് ഡ്രോപ്ഡ് ദിസ് വൺ ആസ് എ പെർപെൻഡിക്കുലർ. സെൻറ്ററിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചത്, ആൻഡ് സോ ഹിയർ ഇറ്റ് വിൽ ബി 90 ഡിഗ്രി ആംഗിൾ ദർ. നൗ അറ്റ് ദാറ്റ് ടൈം ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ഈ പീസ്, ഇത് ഫുൾ കോഡിൻ്റെ ഹാഫാണ്, ഈ പീസും ഇതും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ആൻസറായി. See, now let us name the center of the circle by O. സർക്കിളിൻ്റെ സെൻറ്ററിന് ഞാൻ O എന്ന് പേര് കൊടുക്കുകയാണ്, ശ്രദ്ധിക്കുക. Let O be the center of the circle and AB be the length of the chord and OC is the perpendicular drawn from the center to the chord. Now let R be the radius of the circle. If angle AOB, അപ്പോൾ O സെൻറ്റർ ആണ്, AB is the chord, OC is drawn perpendicular to AB ആണ്. അങ്ങനെ നമ്മൾ വരച്ചത് OC ABയിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ആണ്. R is the റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് R ആണെന്ന് സപ്പോസ് ചെയ്യുക. നമ്മൾ സപ്പോസ് ചെയ്തു. ഇഫ് ആംഗിൾ AOB, ഇഫ് ആംഗിൾ AOB ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഈ ടോട്ടൽ ആംഗിളിന് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, ആംഗിൾ AOB എന്ന് പറയുന്ന ടോട്ടൽ ആംഗിളിന് എക്സ് ആണ് കൊടുക്കുകയാണെങ്കിൽ, വെൻ വി ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ OC ഹിയർ ദിസ് ആംഗിൾ വിൽ ഗെറ്റ് ബൈസെക്റ്റഡ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ഉണ്ടാകുക? ആംഗിൾ AOC എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര ഉണ്ടാവുള്ളൂ? ടോട്ടൽ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് x/2 ആയിരിക്കും. ഇത് മാർക്ക് ചെയ്യേണ്ടതില്ല, x/2 വിൽ ബി ദാറ്റ് വൺ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഫ്രം റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണ് റൈറ്റ് ട്രയാങ്കിൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ACOയിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ACOയിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താ? ABയും ഡയമീറ്ററും, കോഡും ഡയമീറ്ററും തമ്മിലുള്ള കണക്ഷൻ കിട്ടാൻ കോഡിൻ്റെ ഹാഫായിട്ടുള്ള AC, പെർപെൻഡിക്കുലർ കോഡിലേക്ക് പെർപെൻഡിക്കുലർ വെച്ചാൽ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്ന അറിയാം. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ ഹാഫാണ്. ACയും R റേഡിയസ് നമ്മൾ കണക്ഷൻ നടന്നാൽ മതി. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം വി നീഡ് ടു ഗെറ്റ് ദി കണക്ഷൻ ബിറ്റ്വീൻ AC ആൻഡ് R. Now see this angle x/2. When we consider angle x/2, AC is its opposite side, R is its hypotenuse. Therefore, from that triangle, sin x/2 is equal to sin the trigonometric ratio connecting opposite side of an angle and hypotenuse is sin value. Therefore, sin x/2 will be sin x/2. From the figure we see it is AC/R. It is already hypotenuse. Therefore, on cross multiplication നമുക്ക് ഇങ്ങനെ ചെയ്യാലോ. AC is equal to ഇവിടെ sin x/2/1 is equal to AC/R. Therefore, AC is equal to R into sin x/2 എന്ന് കൊടുക്കാം. Therefore, AC is equal to R into sin x/2. ഓക്കെ, AC എന്ന് പറയുന്ന ലെങ്ത്താണ് R sin x/2 ആണെങ്കിൽ AB എന്ന് പറയുന്നത് എന്തായിരിക്കും? 2AC അല്ലേ? AB is equal to AC ഇത്ര ഉണ്ടെങ്കിൽ AC ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ AB എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 2 times ഓഫ് ദിസ് വൺ. ഇതിൻ്റെ 2 times ആയിരിക്കണം. ദാറ്റ് വിൽ ബി 2 times ഓഫ് ദാറ്റ്. ലെറ്റ് us write it like this: 2R sin x/2. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായത്? പോട്ടെ, ദിസ് വൺ ഈസ് ദി കണക്ഷൻ ബിറ്റ്വീൻ കോഡ് ആൻഡ് ഡയമീറ്റർ. ഇത് കോഡാണ്. AB എന്ന് പറയുന്ന കോഡും ഡയമീറ്ററും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയാൻ
കോഡിൻ്റെ ലെങ്ത് ഡയമീറ്ററിൻ്റെ ടേംസിൽ പറഞ്ഞു. Okay, we can tell it like this: the diameter of a chord is the diameter, or the chord of a circle is the product of the diameter. 2r is the diameter, product of the diameter and sine value of the angle, sine value of half the angle made by the chord at the center. ഈ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ എക്സ് ആണ്, അതിൻ്റെ ഹാഫിൻ്റെ സൈൻ വാല്യൂ. ഓക്കെ, ഈ എ ബി എന്ന് പറയുന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ അത് എക്സ് എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത്. അതിൻ്റെ ഹാഫ് x/2 സൈൻ വാല്യൂ ഡയമീറ്റർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ലെങ്ത് ഓഫ് ദി കോഡ് എ ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമുക്ക് ഈ റിസൾട്ട് ഒരു ബോക്സിൽ എഴുതാം. നൗ സി ദിസ് വൺ ഈസ് ദാറ്റ് റിസൾട്ട്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ റിസൾട്ടാണ് ഈ ബോക്സിലാക്കിയത്. ലെങ്ത് ഓഫ് എ കോഡ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു കോഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൽ ഒരു കോഡിൻ്റെ ലെങ്ത് ഓഫ് എ കോഡ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഡയമീറ്റർ that is 2r diameter into what of a circle and sine value of half the central angle of the chord. This one is the chord and central angle made by this chord is this much, that is x, and it's a half x/2. Sine value of that one, sine value of half the central angle of the chord. I രണ്ടും കൂടി പ്രോഡക്റ്റ് ചെയ്തതാണ് കോഡിൻ്റെ ലെങ്ത്. ഓക്കെ, ആൻഡ് സോ ദിസ് റിസൾട്ട് ഷുഡ് ബി ദർ ഇൻ യുവർ മൈൻഡ്. ഇനി നമുക്കിത് ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഹിയർ സി ദി ക്വസ്റ്റ്യൻ, റീഡ് ഇറ്റ്. ഇഫ് ദി റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻ ദി ഫിഗർ ഈസ് 5 cm. ദിസ് വൺ ഈസ് radius of the circle, let this be the center of the circle. If the radius of the circle in the figure is 5 cm, then find the length of the chord. We are asked to find out this much length. Okay, ഇപ്പോൾ പറഞ്ഞ നിയമപ്രകാരം if that one is 5 cm, അവിടെ 5 cm എന്നുള്ള പറയുന്നുണ്ട്. Therefore this one is 5 cm. ഇത് 5 cm ആണ്. നമുക്കത് see, this one is 5 cm. 5 cm. Now length of the chord is equal to length of the chord. ഇപ്പോൾ പറഞ്ഞ നിയമപ്രകാരം length of the chord is equal to 2r sine x/2. What about 2r here? 2 into r, 2 into 5 into sine x/2. Sine x/2. What about sine? Here angle, this much angle, the angle made by the chord at the center is 120 degree. Its half is x/2. Therefore it will be sine 120/2 means sine 60. We know the value of sine 60. 2 into 5 it is 10 into sine 60 is √3/2. ഇത് നമുക്ക് അറിവുള്ളതാണ്. 10 into what about √3/2? √3ൻ്റെ വാല്യൂ 1.732/2 approximately. It will be 10 into the table value നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചാൽ തന്നെ മതി. ഈ ആൻസറിൽ അവസാനിപ്പിച്ചാൽ തന്നെ ആൻസറായി. 10/2 വേണമെങ്കിൽ 5√3 എഴുതിയാലും മതി. ഓക്കെ, നമുക്ക് ആൻസർ അങ്ങനെ അവസാനിപ്പിക്കാം. ഈ കാര്യങ്ങളൊന്നും വേണ്ടതില്ല. ലെറ്റ് us avoid it. And so here it will be ഡെസിമലാക്കി പറയണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ we can proceed. Otherwise it is 5√3 is the length of the chord, centimeter. Since radius is given in centimeter, length of the chord also should be told in centimeter. 5√3 is the length of the chord. I think that you have understood. You can write such a question and draw such a figure and this one in your notebook. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. റീഡ് ദി ക്വസ്റ്റ്യൻ. ഇവിടെ നേരെ റിവേഴ്സ് ആണ് ചോദിച്ചത്. അതായത് കോഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. വി നീഡ് ടു ടെൽ the diameter or radius. The length of the chord is 10 cm. Then find the radius of the circle. Okay, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Length of the chord 10 is equal to 2r sine x/2. 2r sine x/2 എന്ന് പറയുമ്പോൾ 10 is equal to 2r into what about sine x/2? Sine of the angle, half the angle made by the chord at the center. അപ്പോൾ 100ൻ്റെ ഹാഫ് ആണ് ഇതിൻ്റെ sine 50 degree. Okay, therefore we are asked that the 2r is equal to 10 by sine
50 or r is equal to അല്ലെങ്കിൽ നമുക്ക് r എന്താണെന്ന് എഴുതാം. r is equal to 5 by sin 50 r is equal to 5 by sin 50. ഒരു റേഡിയസ് ഇവിടെ ആയി കഴിഞ്ഞു. വി ആർ ആസ്ക്ഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. റെഡി എന്ന് പറയുമ്പം sin 50ൻ്റെ വാല്യൂ ടേബിളിൽ നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ we can conclude the answer that is okay. Sin 50 എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസിമൽ നമ്പർ കിട്ടാണ്ട് 5 by that number gives the radius of the circle. അപ്പോൾ അവിടെ എത്തിച്ചാൽ മതി, ഇവിടെ എത്തിച്ചാൽ മതി. It is the answer. If specially told the question to find the answer for 2 decimal places like that, only we needed to proceed. അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ നടത്താം. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കിയെടുക്കുകയാണ്. That is the relation between the sides of a triangle and its circumradius. Circumradius means it is the radius of the circle that passes through all its vertices. Here I have drawn a triangle. See, it's a circumcircle. It is the circle passing through all the vertices of the triangle. We call it a circumcircle. We are going to make a relation connecting the length of the sides of this triangle with the radius of the circle. ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് സൈഡ് ഈസ് ഇറ്റ്സ് കോഡ്. അപ്പോൾ ഈ കോഡിൻ്റെ ലെങ്ത് പറയാൻ നമ്മൾ നേരത്തെ ചെയ്ത എന്താ, ഇതിൻ്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഈ സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. അതിന് മുമ്പ് ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കാം. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് എന്താ, ഇറ്റ് ഈസ് വി ആർ ഫൈൻഡിങ് ദി റിലേഷൻ ബിറ്റ്വീൻ സർക്കംറേഡിയസ് ആൻഡ് സൈഡ്സ് ഓഫ് ദി triangle. See here the relation between circumradius and the sides of a triangle. നമുക്ക് സർക്കിളിന്റെ സെന്ററിനെ O എന്ന് പേര് കൊടുക്കാം. See, let O be the center of the circle. See, let O be the center of the circle and let ABC be the vertices of the triangle. ABC be the vertices of the triangle. The foot of the perpendicular from O to the side BC fall at D. Now see, നമുക്ക് ഇവിടെ എ എന്ന ഈ ആംഗിൾ, എ എന്ന വെർട്ടക്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി സി എന്ന സൈഡിനെ നമുക്ക് സ്മോൾ ലെറ്റർ എ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. Like that, the side against to the vertex capital B, let us denote this much length AC by small letter b. And the side against to the vertex C, that is this AB, let us denote it by small letter c. As we have already learned, BC can be written as BC is equal to, from the figure, the length BC is equal to BC ന്റെ ലെങ്ത് നമുക്ക് ഇങ്ങനെ പറയാം. ഇഫ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് R, നമുക്ക് കണക്ഷനാണ് നമുക്ക് കിട്ടേണ്ടത്, റിലേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. ദറ്റ്സ് ഈക്വൽ ടു 2R ഇൻറ്റു സൈൻ ആംഗിൾ BOC ബൈ 2. ഓക്കെ, ആംഗിൾ BOC എന്ന് പറയുന്ന ഇത്രയും ആംഗിളിൻ്റെ ഹാഫ്, അതായത് ഈ ആംഗിളിൻ്റെ സൈൻ വാല്യൂവിനെ ഇതിൻ്റെ ഡയമീറ്റർ ഇട്ട് പ്രോഡക്റ്റ് ചെയ്താൽ BC എന്ന് പറയുന്ന ലെങ്ത് കിട്ടും അല്ലേ. ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആംഗിൾ AC, ആംഗിൾ BOC എന്ന് പറയുന്നത്, ആംഗിൾ BOC എന്ന് പറയുന്ന ഈ ആംഗിൾ എയുടെ ഡബിൾ ആണ്. ബിക്കോസ് ദിസ് വൺ is an arc. The central angle of the arc, angle made by the arc at its alternate arc will be half of the central angle of the arc. Angle BOC യുടെ ഹാഫ് ആണ് ആംഗിൾ എ ഉണ്ടാകുക. അപ്പോൾ ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ 2 times of ആംഗിൾ എ ഉണ്ടാകണം, 2 times of ആംഗിൾ എ ഉണ്ടാകണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ BOD എങ്ങനെ പറയാം, ആംഗിൾ BOD അല്ലെങ്കിൽ ആംഗിൾ BOC ബൈ 2 എന്ന് പറയുന്നത്, ആംഗിൾ BOCൻ്റെ ഹാഫ് എന്ന് പറയുന്നത് ആംഗിൾ എ ആയിരിക്കണ്ടേ, ആംഗിൾ എ ആയിരിക്കണ്ടേ. ആംഗിൾ BOC എന്ന് പറഞ്ഞാൽ എയുടെ ഡബിളാണ്. അപ്പോൾ BOCയുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ BOD എന്ന് പറയുന്ന ഈ ആംഗിൾ എക്ക് ഈക്വലാണ്. ഈ ആംഗിളും ചേർന്നതിൻ്റെ ഡബിൾ ആകണം എന്നുണ്ടെങ്കിൽ ഇത് ഈക്വലാണ്, ഇത് ഈ ആംഗിൾ എക്ക് ഈക്വലാണ്. റെഡി. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഇവിടെ BCക്ക് പകരം B മുതൽ C വരെയുള്ള ലെങ്ത്തിന് സ്മോൾ ലെറ്റർ എ കൊണ്ട് ഡിനോട്ട് ചെയ്യണമെങ്കിൽ A ഈസ് ഈക്വൽ ടു 2R
സൈൻ ആംഗിൾ ബി ഒ സി ബൈ 2 എന്നുള്ളതിന് ആംഗിൾ എ എന്ന് പറയാമല്ലോ. ആൻഡ് 2r സൈൻ ആംഗിൾ എ, സൈൻ ഓഫ് ആംഗിൾ എ, സൈൻ ഓഫ് ആംഗിൾ എ. അതിനെ നമ്മൾ പറയല് എ ഈസ് ഈക്വൽ ടു 2r സൈൻ എ എന്നാണ്. സൈൻ എ മീൻ ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ആംഗിൾ എ എന്നാണ് ഉദ്ദേശിച്ചത്. വാല്യൂ ഓഫ് ആംഗിൾ അറ്റ് ദി വെർട്ടെക്സ് എ. നമ്മൾ ഈ ആംഗിൾ സിമ്പിൾ സാധാരണ യൂസ് ചെയ്യാറില്ല, ഉദ്ദേശിച്ചത് ആംഗിൾ എ തന്നെയാണ്. ദെയർഫോർ ദിസ് ലെങ്ത്, ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡിൻ്റെ ലെങ്ത് അതിൻ്റെ ഡയമീറ്റർ ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 2r സൈൻ എ. നേരത്തെ ഈ ആംഗിളിൻ്റെ ഹാഫാണ് എന്ന് പറഞ്ഞത്, ഈ ആംഗിളിൻ്റെ ഹാഫാണ് ഇവിടെ എഴുതേണ്ടത്. അത് ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ആംഗിൾ ആയിരിക്കും. അത് എഴുതിയെന്നേ ഉള്ളൂ, നേരത്തെ അതേ റിലേഷൻ തന്നെ. ദെയർഫോർ ദിസ് എ ഈസ് ഈക്വൽ ടു 2r സൈൻ എ. ഇതേ കാര്യങ്ങൾ നമ്മൾ ഈ സൈഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ബി ഈസ് ഈക്വൽ ടു വാട്ട്? ബി ഈസ് ഈക്വൽ ടു വാട്ട്? ഇതേപോലെ അങ്ങോട്ടേക്കാണ് ഈ കൺസ്ട്രക്ഷനൊക്കെ നടത്തിയത് എങ്കിൽ നമുക്ക് ലാസ്റ്റ് എത്തിച്ചേരൽ ഇറ്റ് വിൽ ബി 2r സൈൻ ബി എന്നായിരിക്കും. ഓക്കെ, 2r സൈൻ ബി. അങ്ങനെയാണെങ്കിൽ സി ഈസ് ഈക്വൽ ടു ദിസ് സൈഡ്, സി ഈസ് ഈക്വൽ ടു ഇതേ കാര്യം ഇതിനും പറയാലോ. ഇറ്റ് വിൽ ബി 2r സൈൻ സി, 2r സൈൻ സി. അപ്പം എന്താ ഇപ്പം മനസ്സിലായത്? നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാവുകയാണ്. എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നതിന് പകരം അതായത് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോസ്, അവയുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോസ് എന്ന് പറഞ്ഞാൽ 2r സൈൻ എ ഈസ് ടു 2r സൈൻ ബി ഈസ് ടു 2r സൈൻ സി എന്ന് എഴുതാം. 2r സൈൻ എ ഈസ് ടു 2r സൈൻ ബി ഈസ് ടു 2r സൈൻ സി എന്ന് എഴുതുമ്പോൾ 2rകളൊക്കെ ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ട് ഇറ്റ് ഈസ് സൈൻ എ ഈസ് ടു സൈൻ ബി ഈസ് ടു സൈൻ സി എന്നായി മാറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദി റേഷ്യോ ഓഫ് സൈൻ വാല്യൂ ഓഫ് ദെയർ ആംഗിൾസ്. ദി സൈഡ്, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓരോ സൈഡിൻ്റെയും ഓപ്പോസിറ്റ് ആംഗിളാണ്. ഓരോ സൈഡിൻ്റെയും ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈൻ വാല്യൂസ് തമ്മിലുള്ള റേഷ്യോയിലായിരിക്കും അവരുടെ സൈഡ്സിൻ്റെ റേഷ്യോ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്താണെന്ന് പറയാൻ പറ്റും. ആ സൈഡ്സ്, ഓരോ ആംഗിൾസും അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് അവയുടെ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ സൈൻ വാല്യൂസിൻ്റെ റേഷ്യോയിലാണെന്ന് ഇവിടുന്ന് മനസ്സിലാവുകയാണ്. മാത്രമല്ല ഇവിടുന്ന് ഒരു കാര്യം കൂടി മനസ്സിലാവുന്നു. എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്താ മനസ്സിലാണ്? എ ബൈ സൈൻ എ എന്ന് പറഞ്ഞാൽ 2r ആണ് അല്ലേ? ഇവിടുന്ന് മനസ്സിലാകുന്ന മറ്റൊരു നിയമമാണ് എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു 2r. എ ബൈ സൈൻ എ, എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു 2r എന്ന പോലെ ബി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു 2r എന്ന പോലെ സി ബൈ സൈൻ സി ഈസ് ഈക്വൽ ടു 2r എന്ന് പറഞ്ഞ് കിട്ടണല്ലേ? സി ബൈ സൈൻ സി അങ്ങോട്ട് ഡിനോമിനേറ്ററിലേക്ക് പോകണമെങ്കിൽ ഈസ് ഈക്വൽ ടു 2r എന്ന് പറഞ്ഞാൽ എ ബൈ സൈൻ എൻ്റെ വാല്യൂം ബി ബൈ സൈൻ ബിൻ്റെ വാല്യൂം സി ബൈ സൈൻ സിൻ്റെ വാല്യൂം എല്ലാം ഈക്വലാണ്. ദേ ആർ ഓൾ 2r. അപ്പോൾ അതും കൂടി നമുക്ക് എഴുതാം. എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു സി ബൈ സൈൻ സി. That all are equal to 2r. ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷനും കൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു ബോക്സിലാക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്കിതിനൊരു ബോക്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഈ ഫോർമുലയാണ് നമ്മൾ സൈൻ ഫോർമുല എന്ന് പറയാം. സൈൻ ഫോർമുല എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു സി ബൈ സൈൻ സി ഈസ് ഈക്വൽ ടു 2r. ഓക്കെ, ഇതും ആലോചിച്ചോളൂ. എ ഈസ് ഈക്വൽ ടു 2r സൈൻ എ, ബി ഈസ് ഈക്വൽ ടു 2r സൈൻ ബി, സി ഈസ് ഈക്വൽ ടു 2r സൈൻ സി. അത് ഇതിൽ നിന്ന് കിട്ടണം. എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു 2r മീൻ എ ഈസ് ഈക്വൽ ടു 2r സൈൻ എ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എ ഈസ് ടു ബി ഈസ് ടു സി ഈക്വൽ ടു സൈൻ എ ഈസ് ടു സൈൻ ബി ഈസ് ടു സൈൻ സി, ഇത് എങ്ങനെ ഈ ഒരു ഫോർമുലയിൽ എത്തി എന്നുള്ളത് കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ആൻഡ് സോ യു മേ ബി നീഡഡ് ടു അപ്ലൈ ഇൻ പ്രോബ്ലംസ് ദിസ് വൺ. ഓക്കെ, ട്രിഗണോമെട്രിയുടെ ഏത് സമയത്തും ട്രിഗണോമെട്രി പഠനത്തിൽ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സോ യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് വൺ. ഇതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്ത് വന്നതിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് പറ്റണം.
എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് കേട്ടതിൻ്റെ ശേഷം യു മസ്റ്റ് ഏബിൾ ടു ഡ്രോ സച്ച് എ ഫിഗർ ആൻഡ് യു മസ്റ്റ് ഏബിൾ ടു റൈറ്റ് ഓൾ ദീസ് തിങ്സ് വിത്തൗട്ട് ലുക്കിംഗ് to the video. You must be able to write these things. Anyway, you have to write all these things in your notebook. നോട്ട്ബുക്കിൽ എഴുതിയതിൻ്റെ ശേഷം വീണ്ടും ഹൗ എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു 2r എന്ന് എത്തിയത് എങ്ങനെയെന്നുള്ളത് മറ്റൊരു സമയത്ത് നിങ്ങളെ കൊണ്ട് ഈ ചിത്രം വരച്ച് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ കൊണ്ട് തന്നെ എത്താൻ പറ്റണം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ഇത് പഠിച്ചോളാം. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ പോകാം. ഓക്കെ, ഇവിടെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. Here we have considered a triangle. It is an acute angled triangle. Acute angled means its all angles are less than 90 degree. If we had considered instead of this one an obtuse angled triangle, obtuse angled triangle ആണെങ്കിൽ, അതായത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിളിനാണ് നമ്മൾ ഈ സർക്കിൾ വരച്ചത് എങ്കിൽ ആ ചിത്രം എങ്ങനെ ഉണ്ടായിരിക്കും ശ്രദ്ധിക്കുക. ഹിയർ കൺസിഡർ ദിസ് ട്രയാങ്കിൾ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാക്കുക. ഈ ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ വി കോൾ ദി ട്രയാങ്കിൾ ഒബ്റ്റ്യൂസ് ആംഗിൾഡ്. ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിനാണ് നമ്മൾ ഈ വരച്ചത് എങ്കിൽ ഈ നിയമം എങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ ഇതും കൂടി പരിശോധിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും? ഈ ട്രയാങ്കിളിന് നമുക്കൊരു എ ബി സി എന്ന് പേര് കൊടുക്കുക. എ ബി സി എന്ന് പേര് കൊടുത്തു. ഇതിൻ്റെ എ എന്ന വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സ്മോൾ എ കൊണ്ടും ക്യാപിറ്റൽ ബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ സ്മോൾ ബി കൊണ്ടും ക്യാപിറ്റൽ സിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ സ്മോൾ സി കൊണ്ടും ഡിനോട്ട് ചെയ്തു. നമ്മൾ ഇപ്പോൾ പറഞ്ഞ നിയമപ്രകാരം ബി സി എന്ന് പറയുന്ന ലെങ്ത് അതിനെ നമ്മൾ എ സ്മോൾ ലെറ്റർ എ എന്ന് കൊണ്ട് സൂചിപ്പിക്കും. ദാറ്റ് എ ദിസ് ലെങ്ത് ദി സ്മോൾ ലെങ്ത് ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ദി ഡയമീറ്റർ. അതല്ല നമ്മൾ ചെയ്തത്. നമ്മൾ ചെയ്തത് എന്താ? ബി സി എന്ന് പറയുന്ന കോഡിൻ്റെ എൻഡ് പോയിന്റ് സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് അതിന് നമുക്കൊരു പേര് കൊടുക്കാം. ലെറ്റ് ഒ ബി ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ്സിനൊക്കെ ഒന്ന് ഇവിടെ എഴുതിയേക്കാം. ലെറ്റ് ദിസ് ബി എ, ദിസ് വൺ ഈസ് ദെൻ ബി, ദിസ് വൺ ഈസ് സി. റേഡിയസിന് 6 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ പഠിച്ച നിയമപ്രകാരം ശ്രദ്ധിക്കുക. ഈ ആംഗിളിൻ്റെ ആംഗിൾ എയുടെ ഡബിൾ ഉണ്ടായിരിക്കും ആംഗിൾ ബി ഒ സി. ഉറപ്പല്ലേ? ആംഗിൾ എയുടെ ഡബിൾ ആയിരിക്കും ആംഗിൾ ബി ഒ സി. ബിക്കോസ് ബി സി മേക്ക് ആൻ ആംഗിൾ അറ്റ് ദി സെൻറ്റർ. അതാണ് ആംഗിൾ ബി ഒ സി. ഓർ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി സി ഈസ് ആംഗിൾ ബി ഒ സി. ഓക്കെ, ആംഗിൾ ബി ഒ സിയുടെ ഹാഫ് ആയിരിക്കും ആംഗിൾ ബി എ സി. ബിക്കോസ് ദാറ്റ് ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദിസ് ആർക്ക്. ഇറ്റ് ഇസ് ഓൾട്ടർനേറ്റ് ആർക്ക്. അതുകൊണ്ട് ഇതിൻ്റെ ഡബിളാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞ നിയമപ്രകാരം എ ഈസ് ഈക്വൽ ടു ഓർ ദിസ് ലെങ്ത് ഓഫ് ദിസ് കോഡ് വിൽ ബി 2r സൈൻ ഓഫ് ഹാഫ് ഓഫ് ദിസ് ആംഗിൾ. സൈൻ ഹാഫ് ഓഫ് ദിസ് ആംഗിൾ മീൻ ഇറ്റ് ഈസ് ദിസ് വൺ സൈൻ ഓഫ് ദിസ് ആംഗിൾ അല്ലേ. അപ്പം ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ പറയാലോ, എ ഈസ് ഈക്വൽ ടു 2r സൈൻ എ, സൈൻ ആംഗിൾ എ എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാൻ ഇവിടെ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയ നിയമം തന്നെയാണ്. ഇവിടുന്ന് ഉണ്ടാക്കിയെടുത്ത നിയമം ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. എ ഈസ് ഈക്വൽ ടു 2r സൈൻ എ. ഈ ആംഗിൾ എ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു 2r സൈൻ എ. ഓക്കെ, ഈ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ലെങ്ത് പറയാം അല്ലേ. ഈ കോഡിൻ്റെ ലെങ്ത് എ ഈസ് ഈക്വൽ ടു 2r സൈൻ ഓഫ് ഹാഫ് ഓഫ് ദിസ് മച്ച് ആംഗിൾ. ഹാഫ് ഓഫ് ദിസ് മച്ച് മീൻ ഇറ്റ് ഈസ് ദിസ് ആംഗിൾ. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയത്. ദിസ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു 2r സൈൻ ഓഫ് ഹാഫ് ഓഫ് ദിസ് ആംഗിൾ മീൻ സൈൻ ഓഫ് ദിസ് ആംഗിൾ. അതാണ് എഴുതിയത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ നിയമം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഏതിനും പ്രയോഗിക്കാം. ഇതേ വർക്ക് നമുക്ക് ഇതിനും ചെയ്യാലോ. അതായത് ആ ചിത്രം കൂടി ഞാൻ വരച്ച് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. നമ്മൾ ചിത്രം മാറ്റി വരയ്ക്കണത് ഇവിടെ ബിയുടെയും സിയുടെയും എൻഡ് പോയിന്റ്സ് എയുടെ ലെങ്ത് പറയാൻ വേണ്ടിയിട്ട് എ എന്ന ആർക്കിൻ്റെ എൻഡ് പോയിന്റ്സ് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. എന്ന പോലെ ബിയുടെ ലെങ്ത് പറയാൻ വേണ്ടിയിട്ട് ബി എന്ന സൈഡിൻ്റെ എൻഡ് പോയിന്റ്സ് എ സി ഈ 2 പോയിന്റ്സ് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാൽ ആ ചിത്രം ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യിപ്പിച്ചതായിരിക്കും. അതാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ആയിരിക്കും
അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചതിന് പകരം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മൾ എയുടെ ലെങ്ത് പറയാൻ വേണ്ടിയിട്ട് എ ഈസ് ഈക്വൽ ടു ആർ സൈൻ എ എന്ന് പറഞ്ഞല്ലോ. ടു ആർ സൈൻ ഓഫ് ഹാഫ് ഓഫ് ദിസ് ആംഗിൾ മീൻ ടു ആർ സൈൻ ഓഫ് ദിസ് ആംഗിൾ എന്ന് പറഞ്ഞ പോലെ ബി ഈസ് ഈക്വൽ ടു, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു ആർ സൈൻ ഓഫ് ഹാഫ് ഓഫ് ദിസ് ആംഗിൾ. ഹാഫ് ഓഫ് ദിസ് ആംഗിൾ മീൻ ഇറ്റ് ഈസ് ദിസ് ആംഗിൾ. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു, മറ്റേന്ന് പറഞ്ഞ പോലെ ബി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ half of this angle mean it is this angle 2r sin b. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഫോർമുല തന്നെയാണ്. റെഡി? ഇവിടെ എയുടെ ലെങ്ത്തും ബിയുടെ ലെങ്ത്തും നമ്മൾ മുമ്പ് കിട്ടിയ പോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞു. ഇവിടെ മാറ്റമൊന്നുമില്ല. ഇനി സിയുടെ ലെങ്ത്ത് പറയുന്നതിനാണ് ഇനി ചെറിയൊരു പ്രശ്നം വരാനുള്ളത്. എന്താ സിയുടെ ലെങ്ത്ത് ഇതേപോലെ പറയുന്നതിൻ്റെ പ്രശ്നം? നമുക്കിവിടെ ഈ ക്യാപിറ്റൽ എ, അതായത് എ എന്ന വെർട്ടെക്സിലുള്ള ആംഗിളും ബി എന്ന വെർട്ടെക്സിലുള്ള ആംഗിളും ഉപയോഗിച്ചിട്ടാണ് എയുടെയും ബിയുടെയും ലെങ്ത് നമ്മളിവിടെ പറയുന്നത്, അല്ലേ? എന്ന പോലെ സിയുടെ ലെങ്ത്, ഈ എ ബി എന്ന് പറയുന്ന ലെങ്ത് പറയാൻ ഈ ആംഗിൾ നേരിട്ട് നമുക്ക് ഇവിടെ കണ്ട പോലെ പറ്റണില്ല. ഓക്കെ, കാരണം സൈൻ ഓഫ് ദിസ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ആണ്. സൈൻ ഓഫ് ദിസ് ആംഗിൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ നമുക്ക് സൈൻ വാല്യൂ ഓഫ് ആൻ ആംഗിൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 90 നമുക്ക് പറയാൻ ടേബിളിൽ നിന്ന് വാല്യൂ കിട്ടൂല. അപ്പോൾ നമുക്ക് ഇതിന് വേറൊരു രീതിയിൽ ആൻസർ ചെയ്യേണ്ടി വരും, വേറൊരു രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ചിത്രം, അതിനു വേണ്ടി ഞാനൊരു ചിത്രം അങ്ങോട്ട് വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ സൈഡിൻ്റെ ലെങ്ത് പറയാൻ വേണ്ടിയിട്ടുള്ള ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടി വരില്ല എന്താണ്, എന്തുകൊണ്ടാണ് നമുക്ക് നേരിട്ട് ഇതിൽ നിന്ന് പറയാൻ പറ്റാത്ത? മറ്റുള്ളത് പറഞ്ഞ പോലെ ഇവിടെ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞു. ദിസ് വൺ ഇസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എ ബി ഈ രണ്ട് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ട്രയാങ്കിൾ, ഇങ്ങോട്ടേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഫിഗർ ഇങ്ങനെ ആയിരിക്കും, ശ്രദ്ധിക്കുക. എയിൽ നിന്നും ബിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. സി, ഈ ആംഗിൾ സി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. What about this quadrilateral? It is a cyclic quadrilateral. All vertices are on a circle. Therefore, opposite angles are supplementary. These two angles together will be 180 degree. This one, whatever be its measure, this will be 180 minus of that one. Therefore, ഈ ആംഗിൾ നമുക്ക് ഇങ്ങനെ പറയാം, 180 മൈനസ് സി എന്ന് പറയാം. സി എന്ന് പറയുന്നത് ഈ ആംഗിളിൻ്റെ മെഷറാണ് ഉദ്ദേശിച്ചത്. 180 മൈനസ് ആംഗിൾ സി ആണ് ഉദ്ദേശിച്ചത്. അതിനെ 180 മൈനസ് സി എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ട്രയാങ്കിളിൽ നിന്ന് ഇതൊരു അക്യൂട്ട് ആംഗിളിൻ്റെ ആംഗിളാണ്. ഇതൊരു അക്യൂട്ട് ആംഗിളാണ്. അക്യൂട്ട് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ദിസ് ലെങ്ത് എ ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ എന്ന് പറഞ്ഞ പോലെ ദിസ് വൺ ഇസ് ആൻ അക്യൂട്ട് ആംഗിൾ. ഓക്കെ, ദിസ് വൺ അക്യൂട്ട് ആംഗിൾ, ഇതിപ്പം അക്യൂട്ട് ആംഗിളാണ്. And so this C is equal to 2r sin of this angle. ഇതുപോലെ this A is equal to 2r sin of this angle. B is equal to, this length B is equal to 2r sin of this angle എന്ന് പറഞ്ഞ പോലെ this one is an acute angle. And so C is equal to മറ്റുള്ളതൊക്കെ പറഞ്ഞ പോലെ C is equal to 2r sin 180 minus C. സൈൻ 180 മൈനസ് സി. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു, അതായത് എ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ബി എന്ന് പറയുന്നതും ഒരു അക്യൂട്ട് ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ്. സി എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ്. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 2r സൈൻ എന്നും ബി ഈസ് ഈക്വൽ ടു 2r സൈൻ ബി എന്നും മുമ്പ് പറഞ്ഞ പോലെ പറയാമെങ്കിലും the last one C is equal to 2r sin 180 minus C എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ നിയമങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് സൈഡ്സിൻ്റെ റേഷ്യോ A is to B is to C എന്ന് ഇവിടെ എഴുതുകയാണെങ്കിൽ 2r sin A is to 2r sin B is to 2r sin 180 minus C എന്ന് എഴുതുമ്പോൾ 2rകളൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ sin A is to sin B is to സൈൻ 180 മൈനസ് സി. നേരത്തെ സൈൻ സി എന്നായിരുന്നു എഴുതിയിരുന്നത്. അക്യൂട്ട് ആംഗിളിൻ്റെ ഓപ്പോസിറ്റിലുള്ള സൈഡിൻ്റെ റേഷ്യോ എഴുതാൻ വേണ്ടി ഒബ്റ്റ്യൂസ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റിലുള്ള ആംഗിളിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ സൈൻ പറയുമ്പോൾ അത് സൈൻ 180 മൈനസ് സി ഇങ്ങനെ പറയണം. ഇതാണ് മാറ്റം. ഓക്കെ, ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ആണെന്നുണ്ടെങ്കിൽ
ഒബ്റ്റ്യൂസ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ റേഷ്യോ പറയാൻ 180 മൈനസ് ഓഫ് ദാറ്റ് ആംഗിൾ സി. ഇത് ഒരു 180 മൈനസ് സി എന്ന് പറയുമ്പോൾ എക്യൂട്ട് ആംഗിൾഡ് ആയി. ഓക്കെ, ഒബ്റ്റ്യൂസ് ആംഗിളിൻ്റെ ട്രയാംഗിളിലാണ് ഇങ്ങനെ നമ്മൾ എഴുതുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ സൈൻ 180 മൈനസ് സി, 180 മൈനസ് സി എന്ന് പറയുന്ന ആംഗിൾ എക്യൂട്ട് ആംഗിൾ. ഇനി ആ സൈൻ ഫോർമുല എ ബൈ സൈൻ ഐ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഇസ് ഈക്വൽ ടു എന്നുള്ളത് എങ്ങനെ മാറും? എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഇസ് ഈക്വൽ ടു സി ബൈ സൈൻ 180 മൈനസ് സി ഇസ് ഈക്വൽ ടു ആർ. ഓക്കെ, 2r എന്നുള്ള റിലേഷനായി മാറും. ഇതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാംഗിളിലുള്ള മാറ്റം. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ഹെഡിങ് ഇവിടെ എഴുതിയിട്ട് ഈ 3 ഫിഗറും ഇവിടെ ഇതേപോലെ വരച്ച് വെച്ചിട്ട് യു ക്യാൻ റൈറ്റ് ദീസ് നോട്ട്സ്, ദീസ് മച്ച് തിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇനി ഇന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സമയമില്ല, സമയം കുറേ അതിക്രമിച്ചിട്ടുണ്ട്. We will do all the problems in the next class. Let us conclude the class here. Okay, thanks.